ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കടലക്കറിയുടെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ ഇറച്ചിക്കറികളുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മൈദ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതേ കപ്പ് അളവിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, 1/2 കപ്പ് അളവിൽ. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സാധാരണ അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ ആ ഒരു മാവുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഡലിക്ക് വേണ്ടി അരച്ചു വെച്ച മാവ് എടുക്കരുത്. ഇതുപോലെ അപ്പത്തിനും ദോശയ്ക്കൊക്കെ ആണെങ്കിൽ എടുക്കാവുന്നതാണ്. തലേ ദിവസം അരച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ചുടാൻ വേണ്ടി എടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിലുള്ള മാവാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ എടുക്കണം. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു 1/2 കപ്പ് അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിത് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ ചെറുതായിട്ടൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് കുറച്ച് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ, യെല്ലോ കളർ ഇട്ട് കൊടുക്കാം. ഈ ഒരു മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ചൊന്ന് ലൂസാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് അളവിന് ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഈ റവയൊക്കെ ഒന്ന് നല്ലപോലെ കുതിർന്ന് വരട്ടെ. എന്നിട്ടുള്ള അളവാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കോരി നോക്കിയപ്പോൾ വീണ്ടും കട്ടിയായിട്ടുണ്ട്. ഈ ഒരു റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പിന് ഒരു പകുതിയോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് 1 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ ഓയിലോ നെയ്യോ ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്യാതെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നിറയെ ഹോള് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിന്റെ മുകളിലേക്കായിട്ട് ഇനി ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യാതെയാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഒരെണ്ണം വെന്ത് കിട്ടി. അത് ഞാനിവിടെ എടുത്ത് മാറ്റുന്നുണ്ട്. വീണ്ടും ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തു. അത് ഹോള് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഹോള് നിറയെ വന്നതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഫ്ലെയിം കൂട്ടിയും കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല. അതുകൊണ്ട് ഒരേ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് വേണം എല്ലാം ചുട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതും വെന്ത് കഴിഞ്ഞു. ഇപ്പം എല്ലാം ചുട്ടെടുത്തിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.